നമസ്തേ, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത്. ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള ശ്വസന സമ്പ്രദായങ്ങളാണ്. ഒരു വ്യത്യസ്തമായ പ്രാണായാമങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം, നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ കുറച്ച് വ്യത്യസ്തമായ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാനായിട്ടുള്ള ഒരു പരിശീലനമാണ്. നമ്മൾ ബ്രീത്ത് എടുത്ത് ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്ത് ടൈറ്റൺ ചെയ്ത് ബോഡിയെ ടൈറ്റൺ ചെയ്തിട്ട് ബ്രീത്തിനെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. അതായത് പ്രത്യേക തലത്തിൽ ഊർജത്തെ സ്വാംശീകരിച്ച് അത് ശക്തിയായി ബോഡിയിലേക്ക് പ്രഷറായി കൊണ്ടുവന്ന് അതിനെ ശക്തിയായി പുറത്തേക്ക് തള്ളിക്കളയുന്നതാണ്. അതായത് കംപ്ലീറ്റ്ലി എംപ്റ്റി റിട്ടൻഷൻ. ആൻഡ് ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ഫുള്ളി റിട്ടൻഷൻ. ദെൻ എക്സ്ഹെയിൽ വിത്ത് പവർഫുള്ളി, very powerfully, slowly and push the energy with the breathe out, empty stomach, that is empty retention. Then again the hand movements are there because of our body is related to energy channels, that is meridians or nadis. സോ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരുപാട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശക്തികൾ വ്യത്യസ്തമായ തലത്തിൽ പ്രഷർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ പ്രഷർ പുറത്തേക്ക് തള്ളിക്കളയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഡേർട്ടി എനർജീസ് പോകുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ യൂസ്ഡ് അപ്പ് എനർജി ആയാലും ഡിസീസ്ഡ് എനർജി ആയാലും ഒക്കെ ഉള്ളിൽ പല കോശങ്ങളിലുമായിട്ട് പല അവയവങ്ങളിലായിട്ട് നമ്മുടെ ഊർജ്ജ ശരീരങ്ങളിലുമായിട്ട് ഒക്കെ കെട്ടിക്കിടക്കുന്ന മലിനമായ ഊർജ്ജങ്ങളെ പുറത്തേക്ക് നമ്മൾ തള്ളിക്കളഞ്ഞ് നമ്മൾ ശരീരത്തെ പ്യൂരിഫൈ ചെയ്യാണ്. അതുമാത്രമല്ല, അങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരുപാട് പ്രാണായാമങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ മറിച്ച് ഇവിടെ നാം ഈ ചെയ്യുന്ന പ്രക്രിയ കൊണ്ട് നമ്മുടെ കോശങ്ങളെയൊക്കെ മുറുക്കുകയാണ്, ഒരുമിപ്പിക്കുകയാണ്, കൂടുതൽ ശക്തി അതായത് കൂടിച്ചേർക്കണം. ഈ മാറി മാറി നിൽക്കുന്ന ഈ കോശങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ലൂസനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ടൈറ്റൺ ചെയ്ത് നമ്മുടെ ബോഡിയെ ഒരു ചെറുപ്പത്തിലേക്ക്, പ്രായമുള്ള ആളുകൾക്ക് ചെറുപ്പക്കാർക്ക് അത് കൂടുതൽ ശക്തിയാവുന്നതിലേക്ക് അത് വളരെ എഫക്റ്റീവ്ലി നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് പരിശീലിക്കുമ്പോൾ ഒരു ട്രെയിനറിൽ നിന്ന് ഇത് അഭ്യസിച്ചിട്ട് വേണം. അല്ലെങ്കിൽ ഹാർഡ് ബ്രീത്തിങ് ചെയ്തുകൊണ്ട് തന്നെ ഇത് എവിടെയെങ്കിലുമൊക്കെ ലോക്കായാൽ, മെറിഡിയനുകൾ ബ്ലോക്ക് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് അത് ഡാമേജ് വരുത്തും. അപ്പോൾ ഞാനിങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ പരിശീലനത്തിനൊക്കെ വരുന്ന സമയത്ത്, കോഴ്സുകൾക്കൊക്കെ വരുന്ന സമയത്ത് ഞാനൊരു അഡീഷണലായിട്ട് ഞാനിത് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് ഹയർ ലെവലൊക്കെ പഠിച്ച ആളുകളാണെങ്കിൽ ആ ബ്രീത്തിങ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഹാൻഡ് മൂവ്മെൻറ്റുകൾ അത് നമ്മൾ അതിലൊരുപാട് ആ മൂവ്മെൻറ്റിലൊക്കെ പ്രത്യേക ഓരോ അർത്ഥതലങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് വിശദീകരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ട് ഇവിടെ ഈ ചെറിയ വീഡിയോയിൽ വിശദീകരിക്കാൻ നമുക്ക് സമയം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഈ ബ്രീത്തിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും കൂടുതൽ വെയിറ്റ് എടുക്കാനും അതുമാതിരി തന്നെ നമ്മുടെ ആരോഗ്യം വളരെ പവർഫുള്ളാക്കാനൊക്കെ ശക്തമാക്കാനൊക്കെ കോശങ്ങളൊക്കെ നല്ല സ്ട്രെങ്തനാക്കാനൊക്കെ ആയി വരാനൊക്കെ നമുക്ക് ഈ പരിശീലനം സഹായിക്കും. ഇതിന് സഹായിക്കുന്ന ഒന്ന് മൂലാധാര ചക്രമാണ്. എല്ലാ ചക്രങ്ങളും ഇതിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഭൂമിയിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു പ്രത്യേക പോസ്റ്റർ ഉണ്ട്. ഞാൻ ആ 2 കല്ലിൽ ചവിട്ടി നിൽക്കുന്ന പിക്ചറിൽ ആ പോസ്റ്റർ കറക്റ്റല്ല, കാരണം അത് നിർബന്ധമല്ല. പക്ഷെ ആ പോസ്റ്റർ അറിയുമെങ്കിൽ അതൊരു വളരെ ഭൂമിയുമായിട്ട് വളരെയധികം ഡീപ്പ് റൂട്ടഡായിട്ട് നിൽക്കുന്ന ഒരു നിലപാടാണ്. നിൽപ്പ് അങ്ങനെയാണ്, നില അങ്ങനെയാണ്, ആ സ്റ്റാൻസ് അങ്ങനെയാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് കാണുക. ഇത് വളരെ എഫക്റ്റീവ്ലി നമ്മൾ മറ്റു പല പരിശീലനങ്ങളും ചെയ്ത് നമ്മുടെ ഊർജ്ജങ്ങൾ നമ്മൾ ടൈഗർ യോൺ പോലെയുള്ള പലതും നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പല വ്യത്യസ്തമായ തലങ്ങളിൽ മഹാത്മാ ചോവാക്കോക്സിയുടെ ടീച്ചിങ്ങിലും ഉള്ള പല ടെക്നിക്സും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഉള്ളിലെ ഊർജ്ജത്തെ ഇമോഷണൽ ബോഡിയിൽ നിന്നും നെഗറ്റീവ് ഇമോഷൻസിനൊക്കെ തള്ളിക്കളയാനായിട്ട് നമുക്ക് വേറെ വ്യത്യസ്തമായ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത് നമ്മുടെ ബോഡിയിലുള്ള കോശങ്ങളിലും കൂടെയുള്ള ഈ എനർജി ബോഡിയിൽ മാത്രമല്ല, നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ എവിടെയൊക്കെ അസുഖങ്ങൾക്ക് കാരണമായ ഊർജ്ജങ്ങൾ നിൽക്കുന്നുണ്ടോ അതൊക്കെ പുറത്തേക്ക് ഇഫക്റ്റീവ്ലി തള്ളിക്കളയുന്നതാണ് ഈ രീതി.
എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്തേ, താങ്ക് യു, രഞ്ജിത്ത്.